ഹലോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാനും സൂരജേട്ടനും ഒരുമിച്ചിരിക്കുകയാണ്. എന്ത് ഡിസ്കസ് ചെയ്യാനെന്ന് വെച്ചാൽ ഇപ്പോൾ തകർത്താടിക്കൊണ്ടിരിക്കുന്ന ബബ്ബയുടെ ഡിസ്കഷനാണ്. ബബ്ബ ഞങ്ങൾ രണ്ടുപേരും കണ്ടു. അപ്പോൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ, അപ്പൊ നമ്മള് പൊതുവെ ഇപ്പൊ റിവ്യൂ ഒന്നും നമ്മൾ അങ്ങനെ പറയാറില്ല. അപ്പോ ഇതിന് പക്ഷെ നമുക്കൊന്ന് പറയണം തോന്നിയത് റിവ്യൂ ആയിട്ടല്ല. ഈ ഒരു സിനിമ കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങൾ ഒന്ന് ഇപ്പൊ പറയേണ്ടത് നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു സിനിമ. അതായത് ഇപ്പോ പറഞ്ഞ പോലെ തന്നെ നോ ലോജിക്, നത്തിങ്, ഫുള്ളി മാഡ്നസ്. കാരണം ഇതിന്റെ എനിക്കിപ്പോ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയേണ്ടത് ഇപ്പൊ നമുക്കറിയാം ദിലീപിന്റെ വളരെ മോശം സമയത്തിലൂടെ കടന്നുപോയി. ഇപ്പോ ഈ പറഞ്ഞ പോലെ അതിന്റെ ട്രെയിലറിലും ടീസറിലൊക്കെ പറയുന്ന പോലെ എന്താ വാർത്തകളിലൊക്കെ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നത് ഞാനാണ് എന്ന് ദിലീപ് പറയുന്ന പോലെ ആ ഒരു സമയത്താണ് ഈ സിനിമ ഇറങ്ങുന്നത്. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് സിനിമകൾ ദിലീപിന്റെ പരാജയപ്പെട്ടു. ഈ പറയുന്ന രാമലീലയ്ക്ക് ശേഷം ഒരു ബാലൻ വക്കീൽ എന്ന് പറഞ്ഞ സിനിമ കുഴപ്പമില്ലാണ്ട് ഓടി. അതിനുശേഷം ശുഭരാത്രി ആയിക്കോട്ടെ, പിന്നീട് തങ്കമണി, ബാന്ദ്ര എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി, വോയിസ് ഓഫ് സത്യനാഥന് മാത്രമാണ് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് തരക്കേടില്ലാതെ ഓടിയത്. പക്ഷെ പ്രിൻസ് ആൻഡ് ഫാമിലി അത്യാവശ്യം നല്ല പാടായിട്ട് തോന്നി. അല്ല, പക്ഷെ ഞാൻ പറയാൻ വന്നതല്ല, ഈ രണ്ട് സിനിമകളും പ്രിൻസ് ആൻഡ് ഫാമിലി ആയിക്കോട്ടെ, വോയിസ് ഓഫ് സത്യനാഥൻ ആയിക്കോട്ടെ, അതിന് ഒരു തരക്കേടില്ലാത്ത ഒരു ഇനീഷ്യൽ വന്നു, ചെറിയ രീതിയിൽ ഒപ്പീനിയൻ വന്നു, അതങ്ങനെ കയറി ഒരു ഓക്കെ പടമായിട്ട് അങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ല. ഞാൻ പറഞ്ഞ ദിലീപിന്റെ ഒരു രാമലീലയുടെ മുകളിലോട്ട് അതിനുശേഷം ഒറ്റ സിനിമകൾ പോയിട്ടില്ല. രാമലീലയുടെ മുകളിലുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 2 കൺട്രീസ്. അതായത് 2 കൺട്രീസിന്റെ അപ്പുറത്തോട്ട് ഒരു സിനിമയും പോയിട്ടില്ല. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഇനീഷ്യൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എന്റെ ഒരു കണക്കനുസരിച്ച് നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഇന്നലത്തെ എക്സാക്ട് കണക്ക് അറിയില്ല എങ്കിലും എന്റെ ഒരു കാൽക്കുലേഷനിൽ ഇന്നലെ ഒരു ഓൾമോസ്റ്റ് 7 കോടി 8 കോടിയുടെ അടുത്ത് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ കേരള ബോക്സ് ഓഫീസ് ആണ് പറയുന്നത്. കേരളത്തിന്റെ പുറത്തും ഇന്ത്യയുടെ പുറത്തും ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും കളക്ഷൻ ഉണ്ട്. അതെന്താന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങൾ അറിയാം. ഇതിപ്പോ ഒരു ട്രാക്ക് കളക്ഷൻ വെച്ചിട്ട് ഓൾമോസ്റ്റ് 7 കോടിയുടെ അടുത്താണ് ഇന്നലെ രാത്രി കളക്ഷൻ. അപ്പൊ എന്തായാലും ഒരു 8 കോടിയുടെ അടുത്ത് വന്നിട്ടുണ്ടാവണം. ഈ ഇത്രയും ബഹിഷ്കരണങ്ങൾ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി, ഹെയ്റ്റ് ക്യാമ്പയിന്റെ ഇടയ്ക്കും ഈ സിനിമയ്ക്ക് ഇത്ര ഇനീഷ്യൽ വന്നതും ഇന്നലെ ഞാൻ ലുലുവിലാണ് കാണുന്നത്. എനിക്കൊന്നും സാധനം കണ്ടത് വനിതാ തിയേറ്റർ എന്നാണ് അല്ലെ. ഈ പറഞ്ഞ തിയേറ്റേഴ്സിലൊക്കെ ഓഡിയൻസ് എന്ന് പറയുന്നത് യൂത്ത് ഉണ്ട്. ഈ പറഞ്ഞ പോലെ 20 വയസ്സ് 25 വയസ്സിന് പ്രായമുള്ള പെൺകുട്ടികൾ ഉണ്ട്. ഫാമിലി ഓഡിയൻസ്, അതായത് കുട്ടികളായിട്ട് വന്നവരുണ്ട്. 60 വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് ഈ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ദിലീപിന്റെ ആ ഒരു അവതാരം, അതായത് നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദിലീപ് വന്നാൽ പ്രേക്ഷകർ കയറും എന്നുള്ളതാണ്. അല്ലാതെ ഇവിടുത്തെ ഈ ഹെയ്റ്റ് ക്യാമ്പയിനോ അല്ലെങ്കിൽ ഇവിടുത്തെ അതൊന്നും പ്രേക്ഷകർക്ക് ബാധകമല്ല. പ്രേക്ഷകര് മണ്ടന്മാരല്ല. അല്ല, മൂവി അതായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മൂവി ഇസ് എ കൊമേഴ്ഷ്യൽ തിങ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു മൂവി ഇറങ്ങി, അത്യാവശ്യം നന്നായിട്ട് എന്റർടൈൻ ആയിട്ട് നമ്മൾ തിയേറ്റർ വാച്ച് ചെയ്യാവുന്ന ഒരു മൂവി ഇറങ്ങി, അത് നമ്മൾ കാണാൻ പോയി. അത് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാണാൻ ആളുകൾ ഫസ്റ്റ് ഷോയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നലെ എന്റെ അറിവിൽ ഇന്നലെ വർക്കിംഗ് ഡേ ആണ്, ഈ വർക്കിംഗ് ഡേ പോലും ഇതുപോലെ ഫാമിലി ഓഡിയൻസും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരെ ആഗ്രഹിക്കുന്നു ഈ ഒരു സിനിമ കാണാൻ. അത് മാത്രല്ല, നമ്മള് പണ്ട് ക്രിസ്ത്യൻ ബ്രദേഴ്സ് അങ്ങനത്തെ കുറച്ച് മൂവീസിലൊക്കെ ലാലേട്ടൻ ദിലീപ് കോംബോയും, അത് ഭയങ്കര ഒരു നല്ല രസം ഉള്ള ഒരു കോംബോ, അവർ തമ്മിലുള്ള ഒരു റാപ്പ്, അത് നമുക്ക് വീണ്ടും കാണാൻ പറ്റാ. അതും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 2 പേരാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലത്തെ. അങ്ങനത്തെ 2 പേര് ഒരുമിക്കാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഹൈപ്പാണ്. അത് അപ്പാർട്ട് ഫ്രം വേറെ എല്ലാം നോക്കുമ്പോഴും നമ്മൾ ആ മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു ഹൈപ്പാണ്. അതിന്റെ പോരാനായിട്ട് അവരുടെ ഗെറ്റപ്പ് ആണെങ്കിലും അവരുടെ ആ ഒരു നമുക്ക് ഒരുപാട് ഈ സിനിമ കാണാനുള്ള ഫാക്ടേഴ്സ് ഇതിലുണ്ട്. അതെ, അതിന്റെ ഒരു ടീസറും കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോ തന്നെ നമുക്ക് ഇതിനോട്, അതായത് ഒന്ന് നമ്മൾ ഇതിന് മുമ്പും ഒരിക്കൽ JSK എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ചോട്ടാ മുംബൈ വീണ്ടും റിലീസ് ചെയ്തപ്പോൾ ആളുകൾ തിയേറ്ററിൽ വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ അടുത്ത് നമുക്കറിയാം എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഒരു ഇനീഷ്യൽ വന്നു. തുടരുമിന് പക്ഷെ എമ്പുരാന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ അല്ല, പിന്നീട് ഒപ്പീനിയൻ വന്ന ശേഷം തുടരുമിന് കയറി. എപ്പോഴും മനസ്സിലാവേണ്ട ഒരു ഇനീഷ്യൽ വരുന്നത് നമ്മൾ കാണുമ്പോൾ ആഘോഷ പടങ്ങളൊക്കെയാണ് ഒരു ഇനീഷ്യൽ വരുന്നത്. കാരണം പ്രേക്ഷകർക്ക് കാണാൻ കാത്തിരിക്കുകയാണ് ഇതുപോലത്തെ ആഘോഷ പടങ്ങൾ. അതൊരു മാസത്തിൽ ഒരു ആഘോഷ പടം ഇതുപോലെ വന്നാൽ തിയേറ്റർ, ബാക്കി ഒപ്പീനിയൻ ഒക്കെ സെക്കൻഡറി ആണ്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഡേ ആളുകൾ തിയേറ്ററിൽ കൊണ്ടുവരിക, പിന്നെ അത് നെഗറ്റീവ് ഒപ്പീനിയൻ മിക്സ്ഡ് ഒപ്പീനിയൻ വന്ന് ചിലപ്പോൾ കളക്ഷൻ വീഴുമായിരിക്കും, അതൊക്കെ സെക്കൻഡറി. പക്ഷെ ഫസ്റ്റ് ഡേ ആളെ കൊണ്ടുവരാൻ ഇതുപോലത്തെ പടങ്ങൾക്ക് പറ്റും. അതിൽ ബബ്ബ ഭയങ്കരമായിട്ട് വിജയിച്ചു എന്ന് തന്നെ ഞാൻ പറയും. അത് മാത്രല്ല, നമുക്ക് ഇതില് വർക്ക്സ് നോക്കുകയാണെങ്കിലും
നല്ല ക്യാമറ ഉണ്ട്, എല്ലാം കൊണ്ടും സൂപ്പർ. ലൈക്ക് കാസ്റ്റിങ്ങും പിന്നെ നമ്മളിപ്പം പറയല്ലോ നമ്മള് നൊസ്റ്റാൾജിക് ആണ് ഇപ്പത്തെ അതായത് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്കൊരു ഞാൻ എവിടെ ഒരു റിവ്യൂ കണ്ട പോലെ ഒരു ഫേസ്ബുക്കിൽ ആരും ഇട്ട് പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. ഗുഡ് ബാഡ് അഗ്ലി നമ്മൾ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഇത്, അതായത് ഒരു അജിത്തിനെ കണ്ടു വളർന്ന ഇന്നത്തെ ഒരു അതായത് ഇപ്പൊ നമ്മളിപ്പോ ഞാനൊക്കെ ഒരു 40s നിൽക്കുന്ന ഒരു നമുക്കൊക്കെ ഒരു 90s കിഡ്സ് തന്നെ പറയാം, നമുക്കൊക്കെ അജിത്ത് വിജയ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതൊരു ഇമോഷനാണ്. ഇതേപോലെ തന്നെയാണ് മലയാളത്തിൽ നമുക്ക് ലാലേട്ടനായാലും ഇവരൊക്കെ ആയാലും. അപ്പൊ ഇവര് ആ സിനിമകൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് ഇതിന്റെ ഡയറക്ടർ ധനഞ്ജയ് വിനീതിന്റെ അസോസിയേറ്റ് ആണ് എന്ന് പറയുന്നു. ധനഞ്ജയ് ആയിക്കോട്ടെ, ഇതിന്റെ റൈറ്റേഴ്സ് ഇപ്പൊ നൂറിന്റെ ഹസ്ബൻഡ് ഫഹീം അല്ലെ, ഫഹീം ആയിക്കോട്ടെ, ഇവരൊക്കെ ഹാർഡ് കോർ ദിലീപ് മോഹൻലാൽ മസാല മൂവീസ് ഫാൻസ് ആണ്. ഞാൻ പറഞ്ഞ ഈ ഒരു ദിലീപിനോട് ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാസ് മസാല സിനിമകളോട് ഒരു പുച്ഛമോ വെച്ചിട്ട് ഒരിക്കലും ഇതുപോലത്തെ ഒരു സിനിമ സിൻസിയറായിട്ട് എഴുതാൻ പറ്റില്ല, മേക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ മേക്കേഴ്സ് ഫസ്റ്റ് സീൻ ദിലീപ് വന്ന് ഇറങ്ങുന്നത് മുതൽ എൻഡ് വരെ ഇവർ ആ ഒരു സിനിമയുടെ ആ ഒരു എന്താ പറയാ ഒരു ടെമ്പോ അതിന്റെ ഒരു മൂഡൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ പ്ലേസ്മെന്റ്സ് ഒക്കെ കൊള്ളാം. കാരണം ഒരു ഇപ്പൊ നമ്മള് ഗുഡ് ബാഡ് അഗ്ലിക്ക് ഇഷ്ടംപോലെ ഇതേപോലെ പാട്ടുകളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പ്ലേസ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ആ പടം ശരിക്കും ഇത്ര നമുക്ക് വർക്ക് ആയത്. അതേപോലെ തന്നെ ബബ്ബയും അതില് നമ്മുടെ ട്രീറ്റ് ചെയ്തേക്കുന്നത് പാട്ടുകളുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും അത് ഓരോരോ പ്ലേസ്മെന്റ് ആണെങ്കിലും ഇപ്പൊ ഡയലോഗ് വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മീൻസ് ആണെങ്കിലും അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പ്രത്യേകിച്ച് ദേവിച്ചി അതായത് ഇതിൽ പറയേണ്ട ഒന്ന് ഇപ്പൊ ഇതില് ഞാനിപ്പോ ആക്ച്വലി ഇപ്പൊ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദിലീപിന്റെ സിനിമകളുടെ റെഫറൻസ്. അതായത് ദിലീപ് ആദ്യം വന്നിറങ്ങുന്ന ഇത് നമുക്കിപ്പോ ഇതിന്റെ മറ്റു കഥയോ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റും, എങ്കിലും നമ്മൾ ഈ പറയുന്നത് ചിലപ്പോൾ കുറച്ച് പേർക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആവുന്ന കണ്ടോർക്കും ഈ കാണാൻ പോകുന്നവർക്കും. ദിലീപിന്റെ ലോറിയുടെ പേര് വാളയാർ, അതുപോലെ തന്നെ ഇതില് പിന്നെ അതില് CID മൂസ, പയ്യ, ഗില്ലി, അതായത് കുറെ റെഫറൻസുകൾ. ഗില്ലിയുടെ പ്ലേസ്മെന്റ് നൈസ് ആയിരുന്നു. ആ വണ്ടിയുടെയും ആ നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ഹരം കൊള്ളിക്കുന്ന ആ ഒരു സംഭവം പ്ലേസ്മെന്റ്സ് സൂപ്പർ ആയിരുന്നു. പിന്നെ ആ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ഒരു ഫൈറ്റ് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ തമിഴിലും തെലുങ്കിലൊക്കെയാണ് ഇപ്പൊ ലോകേഷിന്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരു ഫൈറ്റ് ഇതിൽ കൊണ്ടുവന്നിട്ട് അതിൽ എന്താ പറയാ അത് നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല, പക്ഷെ അത് കൊണ്ടുവന്നതും അത് ആ ഒരു 10 മിനിറ്റ് എനിക്ക് തോന്നുന്നത് അത് ഒരു തിയേറ്ററിൽ ഒരു ഓളം തന്നെ അക്രോസ് കേരള ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇതില് കുറെ ഗസ്റ്റ് റോൾസ് ഉണ്ട്, നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആ ഗസ്റ്റ് റോൾസ് ആണെങ്കിൽ എനിക്ക് അതേപോലെ തന്നെ ക്ലൈമാക്സിൽ ഈ പറഞ്ഞ ഒരു ഗസ്റ്റ് റോളും ക്ലൈമാക്സിലെ എൻഡിൽ ഇതില് അവസാനം ഇവര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് ഇപ്പൊ പറയുന്നില്ല, ആ ഡയലോഗ് ഇവര് പറഞ്ഞത് ആ ഡയറക്ടറുടെയും റൈറ്ററുടെയും കോൺഫറൻസ് ആണെന്ന് പറയും. സാറിന് മനസ്സിലായിട്ടുണ്ടോ? കാരണം അതിലെ ലാലേട്ടനും ഇവർക്ക് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് ഇവരുടെ കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസ് ആണ്, ഒരു കൺവിക്ഷൻ ആണ് ഒരു റൈറ്റർക്കും ഒരു ഡയറക്ടർക്കും വേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കൺവിൻസ്ഡ് ആണ്, നിങ്ങൾ അത് ചെയ്യുക. അതിൽ നിങ്ങൾ വേറെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നോക്കിയിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെടും ഇവർക്ക് ഇഷ്ടപ്പെടും അതല്ല ഇവർ ഉദ്ദേശിച്ചിട്ട്. ഇപ്പൊ ഈ സിനിമയ്ക്ക് നെഗറ്റിവിറ്റി വരുന്നുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, എന്നാൽ അതേ അപ്പുറത്ത് തന്നെ അതിന്റെ ഡബിൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ആ ഇഷ്ടപ്പെടുന്നവരെ ഫോക്കസ് ചെയ്യാം. ഇഷ്ടപ്പെടാത്തതിന് മേ ബി എനിക്ക് തോന്നിയത് ലൈക്ക് നമ്മള് തമിഴ് മൂവീസ് തെലുങ്ക് മൂവീസ് അങ്ങനെ കണ്ട് പരിചയമുള്ള ഒരു ടൈപ്പ് മൂവി നമ്മുടെ മലയാളത്തിൽ വരുമ്പോ ചിലവർക്ക് ഇഷ്ടം ലൈക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മലയാളം എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ബേസ്ഡ് ആണ്, അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അങ്ങനത്തെവർക്കായിരിക്കും ഇത് വർക്കാവുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് അവരിത് ആദ്യമേ പറഞ്ഞായിരുന്നു, ഇത് നിങ്ങൾ ലോജിക്ക് വെച്ച് കണ്ട് ഒരു കാര്യമില്ലാതെ അതേപോലെ തന്നെയാണ് ലോജിക്ക് വെച്ച് മാർക്കോ കണ്ടിട്ട് വയലൻസ് ആണ്, അവര് വയലന്റ് മൂവിയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയറക്ടർക്ക് ഒരു പ്രൊഡക്റ്റ് ഇട്ട് കൊടുക്കണം, ഇതാണ് എന്റെ പ്രൊഡക്റ്റ്, നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വരിക, വന്ന് കണ്ടിട്ട് നിങ്ങൾ കുറ്റം പറയണമെങ്കിൽ കുറ്റം പറഞ്ഞു കേട്ടോ, അത് ഓക്കെ എന്നുള്ളതല്ല. പിന്നെ ഇതില് പറയേണ്ട ധ്യാൻ വിനീത്, ശരിക്കും ഇതില് ഞാൻ പറഞ്ഞത് വിനീതും ധ്യാനും ആയതുകൊണ്ട് അതാണ് പറഞ്ഞത് അവര് ആ ഒരു ക്യാരക്ടറെ ആ ഒരു ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്തത്. ഇവർ രണ്ടുപേരും വന്നതും ഇവർ രണ്ടുപേരും അതായത് ശരിക്കും ഇത് കണക്ട് ആവുന്നത് കൂടുതൽ റെഗുലർലി സിനിമ ഫോളോ ചെയ്യുന്നവരും സിനിമയ്ക്ക് പുറത്തുള്ള ഇന്നത്തെ സിനിമയുടെ ഇവരുടെ ലൈഫ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കാരണം ധ്യാനെ കൊണ്ടുവന്ന് ധ്യാനും വിനീത് അങ്ങോട്ട് പറയുന്നത് റിയൽ ലൈഫിലെ കാര്യങ്ങളാണ്, പക്ഷെ നമുക്കത് അടിക്കത്തില്ല എന്നാ സംഭവം അവരത് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ നൈസ്. നമ്മളിപ്പോ ധ്യാനിനെ എപ്പോഴും ഓരോന്ന് പറഞ്ഞിട്ട് കളിയാക്കും, ഇതില് ധ്യാൻ അടിപൊളിയായിരുന്നു. പിന്നെ വിനീതും ധ്യാന്റെയും പ്ലേസ്മെന്റും നല്ല രസം. അതാ പറഞ്ഞു കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ
എല്ലാം നല്ല പരിചയമുള്ള മുഖങ്ങൾ, അവരൊക്കെ പ്ലേസ് ചെയ്തിരിക്കണം, അവർക്ക് കൊടുത്ത ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല രസമുണ്ട്. ഇപ്പൊ നമ്മൾ മീൻസ് ഇപ്പൊ സ്വന്തമായിട്ട് ട്രോൾ ചെയ്യുന്നവരെ മിക്ക ക്യാരക്ടേഴ്സും, പക്ഷെ ആ ട്രോൾ ചെയ്യുന്നതും അതൊരു ഭംഗിയുണ്ട്. കാരണം നമുക്ക് ഒരു എന്താ ക്രിഞ്ച് ഫീലോ അങ്ങനൊന്നും അടിക്കാണ്ട് സെറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പൊ ദിലീപിനാണെങ്കിൽ എപ്പോഴും പറയും ദിലീപ് എപ്പോഴും പഴയ കോമഡി കൊണ്ടുവരുവാണ്, അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് വർക്കാവില്ല. പക്ഷെ അതും അടക്കം നമുക്കത് കൊണ്ടുവന്നിട്ട് അതിനൊരു ചേഞ്ച് വരുത്തി. ശരിക്കും എത്രയോ നാളായി ഇതുപോലെ ദിലീപ് എനർജറ്റിക് ആയിട്ട് കണ്ടിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ അടുത്ത കാലത്ത് ദിലീപിന്റെ സിനിമകൾ അത്യാവശ്യം ഓടിയ സിനിമകളാണെങ്കിൽ പോലും ആ ഒരു പഴയ ദിലീപിനെ നമ്മൾ മിസ് ചെയ്തിരുന്നു. ഇത് അതിൽ തിരിച്ച് കിട്ടി എന്ന് തന്നെ 100% പറയാം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതില് കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഗെറ്റപ്പ്, ലാലേട്ടന്റെ ഒക്കെ ഗെറ്റപ്പ് നൈസായിരുന്നു. എനിക്ക് ആ ഒരു സ്റ്റൈലും മൊത്തത്തിൽ ഇഷ്ടമായി. ലാലേട്ടൻ ഫുൾ. പിന്നെ ആ പാട്ട് ഇറങ്ങിയ സമയത്ത് പാട്ടിനെ കുറിച്ച് നെഗറ്റീവ്, ഇന്നലെ നമ്മൾ ആ മൂഡിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ അതൊരു കാര്യം, ഈ മൂവി OTTക്കോ അല്ലെങ്കിൽ നമ്മൾ TV-യിൽ ഇട്ടിട്ട് കണ്ടിട്ട് ഒരു യൂസും ഇല്ല. കാരണം ഇത് പ്യോർ തിയേറ്റർ വാച്ചാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയാൽ ആ ഫീൽ കിട്ടുള്ളൂ. നമ്മൾ തൃശ്ശൂർ പൂരം നേരിട്ട് കാണുന്നതും ടിവിയിൽ തൃശ്ശൂർ പൂരം കാണുന്നതും വ്യത്യാസമുണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ പാട്ട് നമ്മളിപ്പോ യൂട്യൂബിൽ കണ്ടപ്പോ എല്ലാരും നെഗറ്റീവ് പറഞ്ഞു, പക്ഷെ ആ തിയേറ്ററിൽ ആ പാട്ടിന്റെ പ്ലേസ്മെന്റും ആ പാട്ട് ആ ഒരു സിറ്റുവേഷനൊക്കെ കാണുമ്പോൾ നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഈ നമ്മളല്ലാണ്ട് കേട്ടിട്ട് നമുക്ക് തോന്നിയ ഒരു കൊള്ളത്തില്ല അങ്ങനത്തെ ഉള്ള ഒരു വൈബ് ഒന്നും ഇല്ലായിരുന്നു. തിയേറ്ററിൽ കാണുമ്പോൾ അത് സെറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി തിയേറ്ററിൽ കണ്ടപ്പോൾ. ഞാൻ ആ പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ഒക്കെ വെറും യൂസ് അല്ല. തിയേറ്ററിൽ വരുന്ന കാണുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും ആ പാട്ട് ആ തിയേറ്ററിൽ കാണുമ്പോൾ. ശരിക്കും അത് നല്ല രസമുണ്ടായിരുന്നു ആ പാട്ട് തിയേറ്ററിലും കണ്ടിട്ടും. പിന്നെ നമ്മുടെ ദളപതി റെഫറൻസും മോഹൻലാലും ആ ദിലീപ് കോംബോ എല്ലാം സെറ്റായിരുന്നു ഫുൾ പാട്ട്. പിന്നെ ഞാൻ പറയാൻ വന്നത് സാൻഡിയും ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. പക്ഷെ സാൻഡി എനിക്ക് ഇപ്പൊ നമ്മൾ ലോകച്ച് കണ്ടു, സാൻഡീനെ ഭയങ്കരമായിട്ട് വരുന്ന ആ റോൾസ് ഒക്കെ ഇഷ്ടമായി. പക്ഷെ അതൊന്നും ഡിഫറെന്റ് ആയിട്ട് സാൻഡി വേറൊരു ക്യാരക്ടർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാൻഡിന്റെ. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ, ആ ഒരു സ്ക്രീൻ പ്ലേ ഇവർ കൊണ്ടുപോയതും അതിൽ ഈ ഡയറക്ടറുടെ അഡീഷണൽ സ്ക്രീൻ പ്ലേ ഡയറക്ടറും കൂടിയാണ്. ഡയറക്ടറുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് എല്ലാം കൂടി, അതായത് ഇത് പറയുകയാണെങ്കിൽ 2 വരിയിൽ 70 മുതൽ ഇന്ത്യൻ സിനിമയിലോ ഹിന്ദിയിലോ തെലുങ്കിലോ ഒക്കെ പറയുന്ന കഥ തന്നെ. പക്ഷെ ആ കഥയെ എങ്ങനെ ഇവരത് സ്ക്രീൻ പ്ലേ ആക്കി, അതിനെങ്ങനെ ഈ ആക്ടേഴ്സിനെ നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ കഥ അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ പറഞ്ഞ എന്റർടൈൻമെന്റ്, കൊമേഴ്ഷ്യൽ പടം അല്ലെങ്കിൽ നമ്മളൊന്ന് എൻജോയ് ചെയ്യണം അങ്ങനെ ആലോചിക്കുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. അത് ചെയ്യാനുള്ള അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. ഇനി നിങ്ങൾ ഇന്നലെ ആരോ പറഞ്ഞു കേട്ടു കളങ്കാവലിനെയും കിഷ്കിന്ധകാണ്ഡം അല്ലെങ്കിൽ അതിനെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്, അത് വേറൊരു തരം, ഇത് വേറൊരു എന്താ പറയാ ജോണർ എന്നൊക്കെ നമുക്ക് പറയാം. അത് ത്രില്ലർ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനത്തെ ഒരു ടൈപ്പ്. ഇത് പ്യോർ എന്റർടൈൻമെന്റ് മൂവിയാണ്. നമ്മൾ അങ്ങനെ വിചാരിച്ച് കണ്ടിട്ടേ കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു അടിപ്പടം അങ്ങനെയൊക്കെ പറയില്ല, അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം, വൈബ് പടം അങ്ങനെയൊക്കെ പറയാം. ഞാൻ പറഞ്ഞു മെയിനായിട്ട് എനിക്ക് ആ രണ്ട് കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ള ഒന്ന്, ഈ പറയുന്ന പോലെ ഒരു ഓളപ്പടം, ആ ഓളപ്പടത്തിനോട് ഇഷ്ടമുള്ള ഒരു ഫിലിം മേക്കർ ആ ഒരു സിനിമയായിട്ട് വരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ, ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് ദോഷം ചെയ്യുന്ന ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയവും എല്ലാം കൂട്ടിക്കലർത്തിയിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിനിൽ സിനിമ തകർന്നു പോവാതെ പ്രേക്ഷകരുടെ സിനിമ അതൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളൊരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ, ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. സിനിമ എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് കണ്ടാൽ മതി, അപ്പോൾ സെറ്റാണ്. അതിപ്പോ നെഗറ്റീവ് മീൻസ് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടാവില്ല. ചിലർക്ക് വർക്ക് ആവില്ല, ചിലർക്ക് വർക്ക് ആവും. പക്ഷെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് വർക്കായി. അതിന് മെയിൻ റീസൺ ഇങ്ങനത്തെ കുറെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറെ എലമെന്റ്സ് കൊണ്ടുവന്നു. ക്യാമറ നല്ലതാണ്. ഇച്ചിരി എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് വന്നത് എനിക്ക് പിന്നെയും തോന്നിയത് ഗ്രാഫിക്സിലാണ്. ചില സ്ഥലത്ത് നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടല്ലോ. അതെ, എനിക്കൊരു വീക്ക് പോയിന്റ് എന്ന് പറയാൻ മാത്രം എനിക്ക് തോന്നിയത് അത് മാത്രം. പക്ഷെ അത് വല്ലാതെ അടിക്കുന്നില്ല. നമ്മളിപ്പോ ഒരുപാട് നല്ല ഗ്രാഫിക്സോ അങ്ങനത്തെ മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ സെറ്റാണ്. അഭിനയത്തിലും ലൈക്ക് ഡയലോഗ് ഡെലിവറി ആണെങ്കിലും റെഫറൻസസ് ആണെങ്കിലും ആ ഓരോ സാധനത്തിന്റെ പ്ലേസ്മെന്റ് ആണെങ്കിലും
അത് നൂറിനും ഫഹീമും ഇപ്പൊ ഡയറക്ടർ ആണെങ്കിൽ അടിപൊളിയായിട്ട് അത് അവരത് കറക്റ്റ് ആയിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഒരു സ്ഥലത്ത് പെട്ടെന്ന് പാളിപ്പോവാൻ ചാൻസ് ഉള്ളത്. വലിയ 2 ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നു, അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പാളിപ്പോവാൻ ഹൈ ചാൻസസ് ഉള്ളിടത്തുനിന്ന് അതൊരു ബാലൻസിങ് സെറ്റ് ആയിരുന്നു. പിന്നെ പറയേണ്ട മറ്റൊരു റോളാണ് ബാലുവിന്റെ. എനിക്ക് ബാലുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാലുവിന്റെ ഒരു ക്യാരക്ടർ നല്ല രീതിയിലാണ്. അശോകനാണെങ്കിൽ കുറെ പേരുണ്ട് ഇതിൽ വന്നവരൊക്കെ. ഒരു സീന് 2 സീനാണെങ്കിലൊക്കെ അവരൊക്കെ എന്തെങ്കിലും ഒരു സ്പേസ് കൊടുത്തിട്ടാണ് ഇതിൽ കൊണ്ടുവരിക്കുന്നത്. അപ്പൊ നമ്മള് ലോജിക്കോ ഒന്നും നോക്കാണ്ട് അടിപൊളിയായിട്ട് കാണണം. ആ ഒരു വൈബ് പിടിച്ചിട്ട് കാണാം. ജസ്റ്റ് നമ്മള് സിനിമയായിട്ട് കാണാന്ന് എപ്പോഴും പറയാറുണ്ട്. തമാശയായിട്ട് പറയാം, ഇതിൽ ഇന്നലെ വേറെ ഒരു പോസ്റ്റ് ഇട്ട പോലെ ഇവര് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പടത്തിന്റെ ടീസറും ഇതിന്റെ ഒരു സോങ് ഇറങ്ങിയ ശേഷം വേറെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇത് കണ്ടില്ല. പക്ഷെ തമാശയായിട്ട് പറഞ്ഞ പോലെ ഈ ബഹിഷ്കരണം ടീംസ് ഉണ്ടല്ലോ, അവരിതിന് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ, ഗോപാലേട്ടന്റെ കാശ് ലാഭിച്ചു എന്നൊക്കെ പോസ്റ്റുകളുണ്ട്. ഒരു കണക്കിന് അത് കറക്റ്റാണ്. കാരണം അറിയേണ്ടവരൊക്കെ അറിഞ്ഞു. കാരണം ഈ ഒരു സിനിമയൊന്നും ഫോളോ ചെയ്യാത്ത കുറെ പേര് ബബ്ബബ എന്ന് പറഞ്ഞ സിനിമ കുറിച്ച് കേൾക്കാത്ത ആളുകൾ വരെ ബബ്ബബ ഏതാ സിനിമ, അത് ഇന്ന ദിവസം ഇറങ്ങുന്നുണ്ടല്ലേ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് സിനിമയായിട്ട് കണക്ഷൻ ഇല്ലാത്തവരെ അവര് ബബ്ബബ ഇറങ്ങുന്നുണ്ടല്ലേ 18 എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചപ്പോ അല്ല ഇങ്ങനെ ഇന്ന ടീമുകൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അറിഞ്ഞു, അവര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബഹിഷ്കരണം ഒരു കണക്കിന് നന്നായിന്നും കൂടി അതാണ്. എന്തായാലും സിനിമ കാണാത്തവര് പോയി സിനിമ കാണാൻ നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ ഒരു സംഭവമാണ്. ഒരാളോ അല്ല അതിനെ റിപ്രസെന്റ് ചെയ്യുന്നത്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് എഫേർട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് മാത്രം കാണരുത്. എന്റർടൈൻമെന്റ് എന്നുള്ള പർപ്പസിൽ സിനിമ കാണണം. ഓർത്താണ്. പിന്നെ എല്ലാ മൂവീസും എല്ലാവർക്കും വർക്ക് ആവുന്നില്ല. ചിലവര് നെഗറ്റീവ് പറഞ്ഞെന്ന് വെച്ചാൽ അത് നല്ലതായിരിക്കില്ല. അത് പേഴ്സണലാണ്. അപ്പൊ നിങ്ങൾ പോയി കണ്ട് നിങ്ങൾക്ക് വർക്ക് ആവുമെന്ന് നോക്കാം. എന്തായാലും തിയേറ്റർ വാച്ച് ആണ്, അത് മസ്റ്റ് ആണ്. തിയേറ്ററിൽ അല്ലാണ്ട് വേറെ കണ്ടേ നമുക്ക് വർക്ക് ആവത്തില്ല ഈ പടം. അപ്പൊ തിയേറ്റർ വാച്ച് തന്നെ. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി മൂവി കാണാം. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടാവും. കാരണം അവർക്ക് വേണ്ട വയലൻസ് ഒന്നുമില്ല. അതാണ് ഇതിൽ വയലൻസോ ആക്ഷൻ ഉണ്ടെങ്കിൽ വയലൻസ് ഒന്നുമില്ല. കുട്ടികൾക്ക്, അതായത് പണ്ട് ഈ CID മൂസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാവുന്നതാണ്. ഇപ്പൊ നൊസ്റ്റാൾജിയ ഭയങ്കര കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പണ്ടത്തെ കുറെ ഇതും മീംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടംപോലെ മീംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവ്ജിയുടെയും അങ്ങനെ കുറെ മീംസ് ഉണ്ട്. വിനീതിന്റെ ചെന്നൈ റെഫറൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മള് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ അപ്പൊ നിങ്ങൾ ഇതെല്ലാം കാണണം. കണ്ടവരും അഭിപ്രായം പറയണം. എന്തായിരുന്നു നിങ്ങളുടെ ഫീലിങ്സ് പടം കണ്ടിട്ടെന്ന് ഉള്ളതിന്റെ ഫീലിങ്സും കമന്റ് ചെയ്യണം. കാണാത്തവർ എന്തായാലും പോയി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്.